ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാരറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് കേക്കാണിത്. സാധാരണ ക്യാരറ്റ് കേക്കിൻ്റെ ടേസ്റ്റ് അല്ല, വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിലാണ് ഈ ഒരു ക്യാരറ്റ് കേക്ക് ഉള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ രീതിയിൽ ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ളൊരു കാരമൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ കാരമലിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിലേക്ക്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ട് ഒരു കാരമലിൻ്റെ കളറായി തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആ പഞ്ചസാരയുടെ ആ കാരമലൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കാരമലൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കാരമൽ സിറപ്പ് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു ക്യാരറ്റ് കേക്കിലേക്ക് മുട്ടയൊന്നും ബീറ്റ് ചെയ്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും ഗോതമ്പ് മാവൂടെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിലേക്ക് ഇനി ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലായിടത്തേക്കും മിക്സ് ആവാനായിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. 1.5 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 3 മുട്ട ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസിലുള്ള 3 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അര കപ്പ് ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് 1/2 കപ്പായാലും ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഓയിൽ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ കാരമൽ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഡേറ്റ്സിൻ്റെ സിറപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/2 കപ്പോളം ഡേറ്റ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-6 ഡേറ്റ്സ് ഒക്കെ മതിയാവും. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനി ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലെങ്കിൽ അല്ലാതെ കൈ കൊണ്ട് മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്താൽ മതി. ഒരുപാടങ്ങ് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിയിലെങ്ങാനും നമ്മൾ മൈദ ചേർത്തിട്ടുള്ളത് പോലും കട്ട പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നട്ട്സ് ചോപ്പ് ചെയ്തതുകൂടി ഇട്ട് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റൈസിൻസും നട്ട്സും ഒക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ചിട്ട് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് ഓവൻ ഇല്ലാതെയും ഈ ഒരു കേക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ തന്നെ ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഓവനിൽ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു നല്ല കളറിൽ കിട്ടും. പിന്നെ നമ്മൾ കാരമൽ ചെയ്തിട്ടൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും നല്ല കളറിൽ കിട്ടിയിട്ടുള്ളത്. ചൂടൊക്കെ നന്നായിട്ട് പോയിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാനായിട്ട്. നല്ല സോഫ്റ്റുമാണ്, നല്ലൊരു കളറിൽ കിട്ടിയിട്ടുള്ളത്. നമ്മളതിൽ കാരമൽ സിറപ്പൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. നല്ലൊരു മണവും ഉണ്ട് ഈ ഒരു കേക്കിന്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്യാരറ്റ് കേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. മുട്ട ബീറ്റ് ചെയ്യാനോ ഒന്നും കൂടുതൽ സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണ്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതെ ചെയ്യുന്ന റെസിപ്പിയൊക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ആ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതിൻ്റെ വെയിറ്റ് ഒരു 800 ഗ്രാമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്